PFI സ്വപ്നം കണ്ട അതേ ആശയം വീണ്ടും മലപ്പുറത്ത് ഉദയം ചെയ്യുകയാണ്. ചില സംഘടനകൾ ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ശ്രമം വീണ്ടും തുടങ്ങിയിട്ടുണ്ടല്ലോ. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ സോളിഡാരിറ്റിയുടെ വിങ്ങായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായിട്ട് അലയൻസിലായിരുന്നു VD സതീശൻ്റെ പാർട്ടി, അതായത് കോൺഗ്രസ്. VD സതീശൻ അതിനെ ന്യായീകരിച്ചത് ജമായത്തെ ഇസ്ലാമിയുടെ ഒരു ഭാഗമാണല്ലോ ഈ പാർട്ടി, വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത്. ആ പാർട്ടി ഇപ്പോൾ ജമായത്തെ ഇസ്ലാമി അതിൻ്റെ ഒറിജിൻ ഏതിൽ നിന്നാണോ അത്, ആ സംഘടന, അത് രാഷ്ട്രീയ പാർട്ടിയല്ല, ജമാഅത്തെ ഇസ്ലാമി, അത് അതിൻ്റെ സ്വഭാവമൊക്കെ ഇപ്പം മാറ്റിയിട്ടുണ്ട്, അത് മയപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ ആ പഴയ ചിന്താഗതിയൊക്കെ മാറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞുകൊണ്ടാണ് നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂട്ടുപിടിച്ച് അവരുടെ മുന്നണിയും അതുപോലെ തന്നെ UDF അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ അത് മാറ്റി അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്നൊക്കെ പറയുന്നത് കേട്ടു, പിന്നെ ഒന്നും കേട്ടിട്ടില്ല. ഇപ്പം നമ്മൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിർത്തി മത്സരിപ്പിക്കുക അങ്ങനെയും കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഇതൊന്നുമല്ല. മൗദൂദിയുടെ ആശയങ്ങളെ ഇപ്പോൾ വീണ്ടും അവിടെ മലപ്പുറത്തു നിന്ന് അതിൻ്റെ ശംഖുലി നമ്മൾ കേട്ടു തുടങ്ങുകയാണ്. അതിൻ്റെ ശംഖുലി, അതായത് നമുക്കറിയാവുന്ന പോലെ സയ്യിദ് മൗദൂദി എന്ന് പറയുന്ന ആൾ ഇസ്ലാമിക രാഷ്ട്രവാദിയായിരുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്നു. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ലോകം ആസകലം തീവ്രവാദത്തിൻ്റെ വിഷവിത്തുകൾ, അസുരവിത്തുകൾ വിതച്ചത്. അതിൻ്റെ നേതാവാണ് സയ്യിദ് മൗദൂദി എന്ന് പറയുന്ന ആൾ. അതുപോലെ തന്നെ ഈജിപ്തിൽ നിന്നുള്ള മറ്റൊരു ഇസ്ലാമിക മതപണ്ഡിതൻ, മറ്റൊരു മതങ്ങളും അവർ പഠിക്കില്ല, അദ്ദേഹത്തിൻ്റെ പേരാണ് ഷെയ്ഖ് ഖ്വാറാവാദി. ഇവർ രണ്ടുപേരുമാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ആഗോള പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാർ. മറ്റ് മതങ്ങൾ വേണ്ട, ഒരു തരത്തിലുള്ള ജനാധിപത്യം വേണ്ട, ഭരണഘടന വേണ്ട, മറിച്ച് ശരീഅത്ത് നിയമങ്ങൾ, അള്ളാഹ് പറഞ്ഞിട്ടുള്ള നബിയിലൂടെ മനുഷ്യരിലെത്തിയ ആ വചനങ്ങൾ മാത്രം മതി. ആ വചനങ്ങൾ അനുസരിച്ചുള്ള ഭരണങ്ങൾ ലോകമെമ്പാടും നിലവിൽ വരണം. അതായത് ഉദാഹരണത്തിന് ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന ഭരണം പോലെയുള്ള ഭരണങ്ങളാണ് ലോകത്തെമ്പാടും നിലവിൽ വരേണ്ടത് എന്നുള്ള ചിന്താഗതിക്കാരാണ്. ഭൂഗോളാന്തര സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുമുണ്ട്. അപ്പോൾ അത്തരം ഒരു സപ്പോർട്ടോടുകൂടി ലോകമാകെ ഇസ്ലാമിക റിപ്പബ്ലിക്കാക്കി മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ് അവരുടെ പിൻഗാമികളും അവരുടെ ആരാധകരെന്നുള്ള വാക്കിന് പ്രസക്തിയില്ല ഇസ്ലാമിലെ, അവരുടെ അനുയായികളും. അപ്പം ഇതേ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇസ്ലാമുകൾക്ക് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് ഒരുമിച്ച് താമസിക്കാൻ പ്രയാസമാണ്, അവരുടെ ശരീഅത്ത് നിയമങ്ങൾ നടപ്പാക്കാൻ പറ്റില്ല, അവരുടെ മതരാഷ്ട്രവാദം നടപ്പാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയെ രണ്ടായിട്ട് വെട്ടിമുറിച്ച് അതിൻ്റെ തലത്തുണ്ടവെടുത്തുകൊണ്ട് അവർ പോയത്. അത് കൊണ്ടുപോയി അവിടെ എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാൻ നമ്മളാരും ചോദിക്കുന്നില്ല. പക്ഷേ ഒരു ജനാധിപത്യം, അതുപോലെ ബഹുസ്വരത, ഭരണഘടന എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് ഇത് വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമ്പോൾ സംഭവിക്കുന്നത് ഒന്നുകിൽ കംപ്ലീറ്റ് ഇസ്ലാമികവൽക്കരണം, അല്ലെങ്കിൽ രാഷ്ട്രവിഭജനം. ഇതാണ് നടക്കാൻ പോകുന്നത്. ഇതെല്ലാവരും അങ്ങ് ഇസ്ലാമായ കുഴപ്പമില്ല, പിന്നെ ഒരു പ്രശ്നവുമില്ലല്ലോ. എല്ലാം ഇസ്ലാമാവുക, പറയുന്ന ഖ്വാറാവാദിയുടെയും മൗദൂദിയുടെയും ആശയങ്ങൾ പിന്തുടർന്ന് ഇസ്ലാമിൻ പറഞ്ഞിട്ടുള്ള ഹദീസുകളിലുമൊക്കെ പറഞ്ഞിട്ടുള്ളതെല്ലാം സുന്നത്ത്, മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നിൽ കൂടുതൽ ഭാര്യമാരാകാം, അവരെ മുത്തലാക്ക് ചൊല്ലി പുറത്താക്കാം, ശിക്ഷകളെന്ന് പറയുന്നത് തെളിവുകൾ, കോടതി എന്ന് പറയുന്നത് ശരീഅത്ത് കോടതികൾ, ആ കോടതികൾ തീരുമാനിക്കുക എന്താ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഈ മതനിന്ദ, മതവിദ്വേഷം ഇവിടെ ആര് ചെയ്തെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ആ ഇരയുടെ തലയങ്ങ് വെട്ടിക്കളയും. ഇതുപോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ജിഹാദുകൾ, മതനിന്ദ നടത്തിക്കഴിഞ്ഞാൽ അവർക്കെതിരെയുള്ള ജിഹാദ്, അവരുടെ തലയ്ക്ക് ഒരു ഫത്വ പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ തല അങ്ങ് വെട്ടിക്കളയാം. ഇങ്ങനെയൊക്കെയുള്ള വളരെ ചെറിയ ചെറിയ ലളിതമായിട്ടുള്ള മനുഷ്യകാരുണ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടപ്പാക്കാൻ പോകുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആരും. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ അവർ നടത്താൻ പോകുന്നത് ഒരു സംവാദമാണ്. സ്നേഹ സംവാദം എന്നൊക്കെ നല്ല മനോഹരമായിട്ടുള്ള പേരുകൾ ഇട്ടുകൊണ്ട് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ എന്ന് പറയുന്നത് പോലുള്ള വിഷം കുത്തിവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഡിബേറ്റുകൾ. അതിൻ്റെ ഡിബേറ്റിൻ്റെ സബ്ജക്റ്റ് ഇതാണ്: സയ്യിദ് മൗദൂദി ആൻഡ് ഷെയ്ഖ് ഖ്വാറാവാദി.
ഇസ്ലാമിക് പൊളിറ്റിക്കൽ തോട്ട് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് ഖുറാവാദിയും മൗദൂദിയും ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ചിന്തകളും അതുപോലെ അതിൻ്റെ വികാസവും, ഇതാണ് ലക്ഷ്യം. മൗദൂദിയെ വീണ്ടും ഒരു ചത്ത കുതിരയായിട്ട് കേരളത്തിൽ മാറ്റിയിട്ടുള്ള സമാധാനത്തിൽ ഇസ്ലാം ജീവിക്കുന്ന, ജനാധിപത്യത്തിൽ ഇസ്ലാം ജീവിക്കുന്ന, മതേതരത്വം എന്ന് ആണയിട്ടുകൊണ്ട് പറയുന്ന മുസ്ലിം ജനസാമാന്യവും മുസ്ലിം ലീഗുമുള്ള ഒരു സംസ്ഥാനത്ത് അവയ്ക്കെല്ലാം ശവപ്പെട്ടി തീർത്തുകൊണ്ട് നടത്തുന്ന ഒരു ഡിബേറ്റ്. മൗദൂദി എന്ന് പറയുന്ന ആൾ രാഷ്ട്രീയ ഇസ്ലാമികവാദി. നമ്മളിപ്പോൾ കേരളത്തിൽ ഇത് നടക്കുമ്പോൾ CPM ഒരനക്കവും ഇല്ല. പക്ഷേ അതേസമയം ഗോൾവാർക്കറുടെ പേരിൽ അവിടെ പാലക്കാട്ട് അംഗവിഹീനരായ ആൾക്കാരുടെ പേരിൽ അവരെ സഹായിക്കാൻ തുടങ്ങിയ സ്ഥാപനം കോൺഗ്രസ്സുകാർ അടിച്ചു തകർത്തു. BJP ആണ് അവിടെ നഗരസഭ ഭരിക്കുന്ന, അവരുടെ ആശയമാണ്. അവരടിച്ചു തകർത്തു. കാരണം എന്താണ്? ഗോൾവാർക്കറുടെ പേര് ഇവിടെ പറയാൻ പാടില്ല. ഹെഡ്ഗേവാറിൻ്റെ പേര് പറഞ്ഞാൽ അതെല്ലാം അവിശുദ്ധവും ഒന്നും. അവരെന്താ പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെ മതരാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മതരാഷ്ട്രത്തെ അവർ നിരാകരിക്കുന്നു. കഴിഞ്ഞ ദിവസവും പറഞ്ഞു, സാംസ്കാരികമായ ഏകത നിലനിർത്തുക. ഒരേ സംസ്കാരം പിന്തുടരുന്നവർ ഒന്നാണ്. അവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും ജൈനനും എല്ലാം ഒന്നാണെന്ന് അവരുടെ ആവശ്യം. അഹമ്മദീയനും ബഹ്റ മുസ്ലിമും അതുപോലെ ബോറ മുസ്ലിമും എല്ലാം ഒന്നാണ്. ഷിയകളും സുന്നികളും എല്ലാം ഒരേ സംസ്കാരത്തിൽ ജീവിച്ചാൽ അവരൊന്നാണ്. മതത്തിൻ്റെ പേരിലല്ല ഒന്നിക്കുന്നത്, സംസ്കാരത്തിൻ്റെ പേരിലാണ് ഒന്നിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇതങ്ങനെയല്ല. ലോകമെല്ലാമുള്ള മുസ്ലിങ്ങളെല്ലാം കൂടെ സംഘടിച്ചുകൊണ്ട് മറ്റുള്ളവരെയും കാഫിറുകളായിട്ട് കണക്കാക്കിക്കൊണ്ട് അവൻ മതത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ അവനെ കൊന്നുകൊണ്ട് മുസ്ലിങ്ങൾ മാത്രം ഈ ലോകത്ത് ജീവിച്ചാൽ മതി എന്നുള്ളതാണ്. മുസ്ലിങ്ങളായിട്ട് ജീവിക്കാമെങ്കിൽ ജീവിച്ചാൽ മതി, ആചാരം അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ മതി, അല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ അധികാരമില്ലെന്ന് പറഞ്ഞ ആളാണ് മൗദൂദി. പച്ചയായിട്ട് പറഞ്ഞ ആളാണ്. ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു മുസ്ലിം തന്നെയാണ്, ഹമീദ് ചേന്ദമംഗലൂർ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടുത്തെ ബുദ്ധിജീവികളും മതേതരവാദികളും എല്ലാം കൂടെ നിശബ്ദനാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളിതിൻ്റെ മാനങ്ങൾ മനസ്സിലാക്കണം. ഈ വിത്തെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പച്ച പോലെയും മഞ്ഞക്കൊന്ന പോലെയും പടർന്നു പന്തലിക്കുന്ന വിഷവിത്തുകളാണ്. കാരണം ഇതിൻ്റെ അടിസ്ഥാനം മതവികാരമാണ്. ഈ വികാരങ്ങളെയൊക്കെ സംസ്കാരത്തിൻ്റെ വസ്ത്രമണിയിച്ചിരിക്കുന്നവർ ആ വസ്ത്രം ഉരിഞ്ഞൂരി മത തീവ്രവാദത്തിൻ്റെ നഗ്നത അണിയാൻ അവരെല്ലാം മതദേഹങ്ങളായിട്ട് മാറാൻ നിമിഷങ്ങൾ മതി. നമ്മൾ കണ്ടതാണ് ഒരു സ്കൂളിൽ, മതേതരത്വം പുലർത്തേണ്ട ഒരു സ്കൂളിൽ ഹിജാബിൻ്റെ പേരിൽ എന്തെല്ലാം പ്രക്ഷോഭങ്ങളാണ് നടന്നത്. എന്തു മതവെറിയും കൊലവെറിയുമാണ് അവിടെ നടന്നത്. അല്ല, ഇതിൻ്റെ ഒരു തുടക്കമായിരുന്നു PFI കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. തീർച്ചയായിട്ടും. പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ പതുക്കെ മുക്തമായി വരുമ്പോൾ ഇത്തരം നീക്കങ്ങൾ വീണ്ടും പഴയ രീതിയിലേക്ക് കൊണ്ടുപോകില്ല കേരളത്തെ? പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കുകയാണ്. അവരുടെ അതേ വീഞ്ഞിപ്പോൾ പോപ്പുലർ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് എന്നാണ് പേര്. ഐക്യദാർഢ്യ യുവജന പ്രസ്ഥാനം എന്നുള്ള പേരിട്ട് ആ കുപ്പിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ആ ആശയം, നിങ്ങൾക്ക് സംഘടനയെ നിരോധിക്കാൻ പറ്റും. കേന്ദ്ര ഗവൺമെൻറ് അത് നിരോധിച്ചു. NIA ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തു, ശരിയാണ്. പക്ഷേ ഈ ആശയം മറ്റൊരു കുപ്പിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. ആ കുപ്പിയിൽ നിന്ന് വീഞ്ഞെടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ കേരളത്തിൽ നിലമ്പൂർ അവർ സിപ്പ് ചെയ്തു. ആ കുപ്പിയും ഗ്ലാസും അവരുടെ കയ്യിലിരിക്കുക. രാഷ്ട്രീയമായിട്ട് വളരെ വലിയ അപകടകരമായ സ്ഥിതിയാണ്. ഇപ്പോൾ എന്താ സ്ഥിതിയെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയെ പ്രീണിപ്പിക്കാതെ UDFനോ LDFനോ ജയിക്കാമെന്നുള്ള ആത്മവിശ്വാസമില്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ കൂടുതൽ മതവൽക്കരിക്കപ്പെടുകയാണ്. ഭരണഘടനയെ മാനിക്കുകയല്ല കേരളം ചെയ്യുന്നത്, ഭരണഘടനയെ അപമാനിക്കുകയാണ് കേരളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരൊരു ഡിബേറ്റിന് അനുമതി കൊടുക്കുന്നത് വഴി മതേതരത്വത്തിന് കഴുത്ത് വെട്ടുകയാണ്. കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക രീതിയുണ്ട്, അത് തകർക്കാനുള്ള ഒരു ശ്രമം കുറച്ചു നാളുകളായി ആ സാംസ്കാരിക രീതിയിലേക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുത്തിവെക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് കേരളത്തെ അങ്ങനെ അവർ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കേരളം അവരുടെ ഫേവറിറ്റ് ഹാവനാണ്, സുരക്ഷിത താവളമായിട്ട് അവർ ഉപയോഗിക്കുന്നതാണ്. കാശ്മീരിൽ ഇപ്പോൾ പറ്റില്ല, കേരളമാണ് സുരക്ഷിതമായിട്ട് അവർക്ക്. അങ്ങനെയാണല്ലോ. മലപ്പുറത്തു നിന്ന് കഴിഞ്ഞ ദിവസം മുജാഹിദിൻ്റെ ആൾക്കാർ ശരീഅത്ത് നിയമം നടപ്പാക്കണമെന്ന് പറയുന്ന മറ്റൊരു പ്രസ്ഥാനമുള്ളത്. പല പ്രസ്ഥാനങ്ങളുണ്ട് ഇതിൽ. ആ പ്രസ്ഥാനത്തിൻ്റെ ഒരാളിനെ യോഗിയുടെ ATS ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് പൊക്കിക്കൊണ്ടുപോയത്.
ഉത്തർപ്രദേശൊക്കെ അങ്ങ് വളരെ സൂക്ഷ്മമായ നിരീക്ഷണം നടത്തുന്നു. കേരളം ഇതിനോടൊക്കെ വളരെയധികം അവധാനതയും ഒരുതരം ല്യൂക്വാം ആറ്റിറ്റ്യൂഡ്, ആത്മാർത്ഥതയില്ലാത്ത ഒരു സമീപനവുമാണ്. ഇവർ വർഗീയതയെ ഞങ്ങൾ അടിച്ചമർത്തും, ഞങ്ങൾ ഒരു മതവിദ്വേഷവും ഇവിടെ വളർത്താൻ ശ്രമിക്കില്ല, ഇത് കേരളമാണെന്ന് പറയുന്നവർ അവരുടെ ചെങ്കൊടിക്കു കീഴിൽ ഈ പച്ച വെളിച്ചം ഭദ്രദീപം പോലെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വസ്തുത ഇപ്പോൾ കോൺഗ്രസ്സാണ് ഇവരെ പിന്തുണയ്ക്കുന്നതെങ്കിലും ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ്. എന്തുകൊണ്ട് അതിനെ നേരിടാൻ പറ്റുന്നില്ല, അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല ഇടതുമുന്നണിക്ക്? ഇവർക്ക് ഇൻ്റലിജൻസ് ഉണ്ടല്ലോ. എന്തുകൊണ്ട് ഇങ്ങനെ നടക്കാൻ പോകുന്നു, ഞങ്ങളത് അനുവദിക്കുന്നില്ല എന്ന് പറയുന്നു. പാലസ്തീനിലെ തീവ്രവാദികൾക്ക് ഓൺലൈനായിട്ട് ഇവിടെ സംസാരിക്കാൻ അവസരം കൊടുക്കുന്നു. മീഡിയ അക്കാഡമിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നു പാലസ്തീൻ സമ്മേളനം. കേരളത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ? നിങ്ങൾ ഇന്ത്യയിലെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യൂ. നിങ്ങൾ എന്തിനാ പാലസ്തീനിലേക്ക് പോകുന്നത്? ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ എന്തെങ്കിലും എഴുതി വിട്ട് കഴിഞ്ഞാൽ പാലസ്തീനിൽ എന്തെങ്കിലും സ്വാധീനം അത് ചെലുത്തും? ഇതാര് വായിക്കുന്നു? നിങ്ങളുടെ ഈ നാട്യങ്ങൾ, കൂപമണ്ഡപങ്ങളുടെ നാട്യങ്ങൾ, കൂപമണ്ഡപവും നിങ്ങളുടെ ഈ കേരളം എന്ന് പറയുന്ന കിണറിനപ്പുറത്തേക്ക് നിങ്ങളുടെ വാർത്തകൾ പോകാനുള്ള ഒരു വഴിയില്ല. അത് പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പാലസ്തീനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക? അന്ന് കേരളത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യൂ. ആശുപത്രിയിൽ നടക്കുന്ന ദ്രോഹപ്രവർത്തികൾ, വലത് കൈക്ക് വരെ ഇടത് കൈ, അതുപോലെ തന്നെ വലതു വശത്തെ കയ്യിലുള്ള വിരലിന് വരെ ഇടതുവശത്തെ വിരലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സർജറി നടത്തുന്ന ആശുപത്രികളുടെ കാര്യങ്ങൾ, അതുപോലെ എയിംസിനെ കുറിച്ച് ചർച്ച ചെയ്യൂ. അങ്ങനെയുള്ള കാര്യങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ പാലസ്തീനെ കുറിച്ചൊക്കെ അങ്ങനെ ചർച്ച ചെയ്തിട്ട് ബുദ്ധിജീവി നാട്യം എടുത്തതുകൊണ്ട് ഇതാർക്കും ആവശ്യമില്ല. അല്ലാതെ അവർക്ക് നെറ്റിൽ കൂടി അതിൻ്റെ വിവരങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. പാലസ്തീൻകാരെ കൊണ്ടുവന്നു, പാലസ്തീൻ അംബാസിഡറെ കൊണ്ടുവന്നു നടത്തുന്നത് പോലുള്ള ജാടകൾ. നിങ്ങൾ ഇത് അഡ്രസ്സ് ചെയ്യാത്ത എന്താ? മലപ്പുറത്ത് നടക്കുന്ന ഖറാവാദിയുടെയും സയ്യിദ് മൗദൂദിയുടെയും ഒക്കെ പേരിലുള്ള ചർച്ച ഇസ്ലാമിക ലോക രാഷ്ട്രമാക്കി, ഇസ്ലാമിനെ ഒരു ലോക മതമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്കെതിരെ എന്താ നിങ്ങൾ ചർച്ച നടത്താത്തത്? അതല്ലേ നടത്തേണ്ടത്? അതല്ലേ ഇന്ത്യയുടെ മതേതരത്വത്തിനും ഭരണഘടനയ്ക്കും ഭീതി സൃഷ്ടിക്കുന്നത്? അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ ചർച്ചാ വിഷയമാകാത്തത്? എന്നിട്ട് പലസ്തീൻ ഐക്യദാർഢ്യം, പലസ്തീൻ്റെ കാര്യം ഒരുമാതിരി ഇസ്രായേൽ തീരുമാനിച്ചോളും, അമേരിക്കയും കൂടി. നിങ്ങളൊരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ കീഴടങ്ങിയല്ലോ. ഇപ്പോൾ നിങ്ങൾ ഈ പാലസ്തീൻ എന്ന് പറയുമ്പോൾ പാലസ്തീൻ കംപ്ലീറ്റ് ഞങ്ങളെ ബന്ധുക്കളെ വിട്ടുകൊടുക്കാമെന്നും പറഞ്ഞ് മോങ്ങുക. നിങ്ങളുടെ ചർച്ച കൊണ്ട് എന്ത് നടന്നു എന്നാണ് പറയുന്നത്? കേരളത്തിനേക്കാൾ ചെറിയ രാജ്യമായ ഇസ്രായേൽ അവരുടെ മേൽ ഏകപക്ഷീയമായ വിജയം നേടിക്കഴിഞ്ഞു. ഇനി പിന്നെ അതങ്ങ് വിട്. ഈ മൗദൂദി കൈയടിയായിരുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിന് പിന്നാലെ കൈയടി. ഞങ്ങൾ ഇസ്രായേലിനെ പരാജയം 7-നകം അവർ ഹമാസിനെ തീർത്തിരിക്കും. നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങൾ പോയി കേസ് കൊടുക്കുക. 7-നകം തീർത്തിരിക്കും. വാളെടുത്തവൻ വാളാലാണ്. അത് ലോകനീതിയാണ്. ബൈബിളിൽ പറഞ്ഞ കാര്യമാണ്. വാളെടുത്തവൻ വാളാൽ മരിക്കും. അതാണിപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദാക്ഷിണ്യം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികളെ കൊല്ലാൻ കൊടുക്കുന്നത് ഹമാസാണ്, ഇസ്രായേൽ അല്ല. ഇസ്രായേലിന് അതിനെ വഴിയൊരുക്കി കൊടുത്തു അവരല്ലേ കാരണഭൂതനാരാ? അവിടെ ഹമാസാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.